എല്ലാവർക്കും ബിന്ദുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഹൽവയാണ്. നമുക്ക് പഴം വരട്ടുക എന്ന് പറയാം, നേന്ത്രപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കാമെന്ന് പറയാം. ഇപ്പോൾ അധികം കുറച്ച് പഴുപ്പ് കൂടിയിട്ടുള്ള പഴം ഒരു 2 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്നത് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി എന്തായാലും വേണം, പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കായ പൊടിയുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പും വേണം. ഇനി നമ്മൾ ഈ പഴമൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. അടുത്തതായി നമ്മൾ പഴം പുഴുങ്ങാൻ പോവുകയാണ്. നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തലയും വാലും കളഞ്ഞിട്ടുള്ള 2ആക്കി നുറുക്കിയ പഴം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമ്മളത് പൊളിച്ച് നമ്മളത് മിക്സിയിൽ അടിച്ചിട്ടാണ് പിന്നെ നമ്മൾ അത് വരട്ടാൻ വയ്ക്കുന്നത്. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പഴം 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായെന്ന് നോക്കാം. അതിൻ്റെ എയർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊരു വെള്ളം വാർത്തി കളഞ്ഞിട്ട് നമുക്കതെല്ലാം തൊലി പൊളിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ച പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അത് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച പഴമെല്ലാം ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ പതുക്കെ അത് വരട്ടാൻ വയ്ക്കുകയാണ്. നമ്മൾ പഴം വരട്ടുന്നതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ച പഴം ചേർത്തി കൊടുക്കുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പതുക്കെ ഇളക്കി നന്നായിട്ട് ഇങ്ങനെ വരട്ടി കൊണ്ടിരിക്കുന്നു. ഇത് കുറച്ച് സമയം എടുക്കണ പ്രോസസ്സാണ്. നമ്മൾ 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ml ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ നമ്മളത് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി വേവിപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 500 ml ശർക്കരപ്പാനിയാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മളത് നിർത്താതെ നമ്മളത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി വറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരു 15 മിനിറ്റോളമായി നമ്മളിത് വരട്ടിക്കൊണ്ടിരിക്കണം. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇത് തൂവി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ പഴം ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 4-5 മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴം ഹൽവ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് നമ്മൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടേറിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴം ഹൽവ ഇവിടെ റെഡി. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.